സൈലം ലേണിംഗ് അരുണിമ മിസ് ആണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എക്സാമിന്റെ ചൂടിലാണോ നിങ്ങൾ എല്ലാവരും? ടെൻഷനൊക്കെ ഉണ്ടോ മക്കൾക്ക്? അപ്പൊ മിസ് ഇന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ എക്സാമിന് ടെൻഷൻ ഒന്നും അടിക്കാതെ അല്ലെ വളരെ കൂളായിട്ട് എഴുതാൻ മതി. നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാറില്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ ആരും ടെൻഷൻ ഒന്നും അടിക്കാതെ വീഡിയോ കാണുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് നോക്കാം അല്ലെ. അപ്പൊ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എ ജേർണി ത്രൂ കേരള എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. കേരളക്കരയിലൂടെ എന്നുള്ള പാഠഭാഗം നിങ്ങൾക്ക് ഓർമ്മയില്ലേ അല്ലെ? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്നത് എന്താണ്? ഇതാണല്ലേ നമ്മുടെ കേരളത്തിന്റെ മാപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താ? ഈ മാപ്പിൽ നിങ്ങൾക്ക് കുറേ ജില്ലകൾ കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത്? എത്ര ജില്ലകളാണ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത്? 14 ജില്ലകളുണ്ട് അല്ലേ? ഈ ജില്ലകളുടെ പേരുകൾ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവോ? നമുക്ക് നോക്കണം അല്ലേ? അപ്പൊ ഏറ്റവും താഴെ ആരുണ്ട്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി അല്ലെ? ഇത്രയും പഠിച്ചല്ലോ. ഇനി നമുക്കിതൊരു പാട്ട് പോലെ ഒന്ന് ഓർത്ത് വെച്ചാലോ? നോക്കണേ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പിന്നെ ഇടുക്കിയും. പഠിച്ചോ നിങ്ങള്? അപ്പൊ തെക്ക് ഭാഗത്തെ അല്ലെ, ഈ താഴെയുള്ള ഭാഗത്തെയാണ് നമ്മൾ തെക്ക് ഭാഗം അഥവാ സൗത്ത് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സൗത്തിലുള്ള കുറച്ച് ജില്ലകളെ നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം അല്ലെ. പിന്നെ ഏതൊക്കെയാണത് നോക്കണേ. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് അല്ലെ? ഏതൊക്കെ? എറണാകുളം ഉണ്ട്, തൃശ്ശൂർ ഉണ്ട്, പാലക്കാട് ഉണ്ട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്. അപ്പൊ പാട്ട് ഒന്നും കൂടി പാടി നോക്കാം. നോക്കണേ. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂരും കാസർഗോഡും കയറിയാലോ കേരളത്തിൽ 14 ജില്ലകളായി. അപ്പൊ 14 ജില്ലകളെയും നിങ്ങൾ പഠിച്ച ഒരു പാട്ടിലൂടെ നമുക്ക് ഒന്നുകൂടെ പാടി നോക്കാം അല്ലെ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പിന്നെ ഇടുക്കിയും, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂരും കാസർഗോഡും കയറിയാലോ കേരളത്തിൽ 14 ജില്ലകളായി. അപ്പൊ കേരളത്തിലെ 14 ജില്ലകളെയും വളരെ എളുപ്പത്തില് നിങ്ങൾ പഠിച്ചോ? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ കേരളത്തിൽ 14 ജില്ലകൾ ഉണ്ടെന്ന് എന്റെ മക്കള് പഠിച്ചല്ലേ. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, എപ്പോഴാണ് കേരളം ഉണ്ടായത്? കേരളത്തിന്റെ ഫോർമേഷൻ നടന്ന വർഷം എന്നാണ് എന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ? അപ്പൊ പഠിച്ചു വെച്ചോളൂ. കേരള വാസ് ഫോംഡ് ഓൺ November 1st, 1956 അല്ലെ? ഐക്യ കേരളം രൂപം കൊള്ളുന്നത് 1956 നവംബർ 1-നാണ്. സോ we observe the state formation day of Kerala on November 1 every year. എല്ലാ വർഷവും അല്ലെ നവംബർ 1 നാം കേരള പിറവി ദിനമായി ആചരിക്കുന്നു. അപ്പൊ എപ്പോഴാണ് കേരള പിറവി നമ്മൾ കൊണ്ടാടുന്നത്? നവംബർ 1 അല്ലെ? 1956 നവംബർ 1 ഉണ്ടായത് കൊണ്ട് തന്നെ നവംബർ 1 നമ്മൾ എന്ത് ചെയ്യും? കേരള പിറവി ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും പിടികിട്ടിയല്ലോ അല്ലെ? യെസ്, അതുകൊണ്ടാണ് അന്നത്തെ ദിവസം അല്ലെ സ്ത്രീകൾ സെറ്റ് സാരിയും ആണുങ്ങൾ അല്ലെ മുണ്ടൊക്കെ ഉടുത്തിട്ട് ഓഫീസിലേക്കും പരിപാടികൾക്കൊക്കെ പോകുന്നത് നിങ്ങളെ കാണാറ്. യെസ്, ഇനി നിങ്ങൾ നോക്കിക്കേ. Ours is one of the state in India which were formed on the basis of language, a state of Malayalam speaking people. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കേരളം രൂപീകരിക്കാന്ന് വിചാരിച്ചത്? കാരണം അല്ലെ ഇവിടുത്തെ ആളുകളൊക്കെ ഏതാണ് സംസാരിക്കുന്ന ഭാഷ? മലയാളമാണ് അല്ലെ? അപ്പൊ മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ സംസ്ഥാനമാണ് കേരളം അല്ലെ? കേരളത്തിന്റെ പ്രത്യേകത എന്താ? കേരം തിങ്ങുന്ന കേരള നാടാണ് അല്ലെ? ഒരുപാട് തെങ്ങും തോപ്പുകൾ നമുക്കിവിടെ കാണാം. അത് മാത്രമല്ല അല്ലെ, നല്ല ഭംഗിയുള്ള വയലേലകൾ, നല്ല പുഴകൾ, നല്ല കായലുകൾ അല്ലെ? പ്രകൃതി ഭംഗി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് വെല്ലുന്നൊരു സംസ്ഥാനം ഇല്ല അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം അല്ലെ? നമുക്ക് ആവശ്യത്തിന് മഴയുണ്ട്, ആവശ്യത്തിന് വെയിലുണ്ട് അല്ലെ?
എല്ലാം കൊണ്ടും നമ്മൾ സമ്പന്നമാണ്. ഇവിടുത്തെ ഒരുപാട് വിഭവങ്ങൾ അല്ലേ, ഇഞ്ചി, കുരുമുളക് എല്ലാം എന്താണ്, എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അല്ലേ. നമുക്ക് ഇവിടെ എന്തുണ്ട്, തേയിലയുണ്ട് അല്ലേ, തേയിലത്തോട്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. ഓക്കെ മക്കളെ, അപ്പൊ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പ്രയോജനപ്പെട്ടു എന്ന് ടീച്ചർ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.